ഇതാണ് നമ്മളെ ഹോം സ്റ്റേ. നല്ല ഭംഗിയുണ്ട് കാണാൻ, രണ്ടാക്കി ഇരുന്ന് മനോഹരമായ കാഴ്ചയാണ്. നമ്മൾ വേറെ ഏതോ സ്ഥലത്ത് പോയ ഒരു ഫീലാണ്. നമ്മൾ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ്. കാരണം അത്രയും കൊല്ലം വർഷങ്ങൾക്കൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ, വേൾഡിലെ തന്നെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. കണ്ടിട്ട് ഇറങ്ങാൻ തോന്നുന്നുണ്ട്. നമ്മളിവിടെ ഇറങ്ങാൻ പോവാണ്. ലഞ്ച് ഇതിൽ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇത് മാങ്ങയാണ്, മാങ്ങ. അങ്ങനെ നമ്മൾ സീക്രട്ട് ബീച്ചിലേക്ക് വന്നത്. ഇപ്പം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ കറി, ചപ്പാത്തി. അപ്പം ചോദ്യനമാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളിവിടെ ഉള്ളത് ഗാലയിലല്ല, മെറീസ. ഗാലയിലേക്ക് പോവാണ്. മെറീസയിൽ നിന്ന് ഗാലയിലേക്ക് പോവാണ്. അപ്പം ഇപ്പം സമയം എത്ര മണി? ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഒരുപാട് ബീച്ചസൊക്കെ കവർ ചെയ്യുന്നതാണ്. ശ്രീലങ്കയിലെ ഏറ്റവും ഫേമസ് സ്പോട്ടാണ്. പോയിട്ട് താഴെ അതിൻ്റെ മേലുണ്ട്. അപ്പം ഇവിടെയാണ് ഡച്ച് ഫോർട്ട് വരുന്നത്. അതുപോലെ ടേർട്ടിൽ ബീച്ചുണ്ട്, പിന്നെ ലൈറ്റ് ഹൗസ് ഉണ്ട്. അങ്ങനെ കുറച്ച് സീക്രട്ട് ആയിട്ടുള്ള കുറച്ച് സ്പോട്ടുകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ പോകുന്നതാണ്. യെസ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വണ്ടിയിലാണ് പോകുന്നത്. ഇതാണ് നമ്മളെ ഹോം സ്റ്റേ. നമ്മളെ ഹോം സ്റ്റേന്ന് വെറും 300 മീറ്റർ നടന്നു കഴിഞ്ഞാൽ, ഈ റോഡിന് 300 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മെറീസ ബീച്ചിലെത്തട്ടെ. അപ്പം മെറീസ ബീച്ചിൻ്റെ തൊട്ടടുത്താണ് നമ്മളെ ഹോം സ്റ്റേ. റിയാസ്ക വന്നിട്ടുണ്ട്. റിയാസ്ക ഓക്കെ അല്ലേ? പോയല്ലേ? ആർ യു റെഡി? ഈ കാറ് നോക്കിയേ, അടിപൊളിട്ടോ. അതെ, ഈ സായിപ്പാണ് ഈ കാറായിട്ട് വന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, രണ്ടാക്കി ഇരുന്ന് മാറ്റിയ കാറാണ് ഇത്. ഹുണ്ടായിൻ്റെ കാറാട്ടാ, ഹുണ്ടായി ഹോണ്ടൻ്റെ കാറാണ്. കൊള്ളാം. ഗാലയിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന വഴിക്ക് ഇതേ ഒരു ഷോപ്പിൽ വന്നതാട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇതേ ഒരു ഷോപ്പിൽ വന്നതാണ്. ഇതാണ് കട. ഇവിടെ ഇത് ഫിഷിൻ്റെ റോളാണ്. ഇത് നമ്മുടെ പൊറോട്ട. ഇത് അതുപോലെ ചിക്കൻ റോള്, പിന്നെ സമൂസൻ്റെ പോലത്തെ. പിന്നെ ഇത് പൊറോട്ട. ഇതെന്താ ഐറ്റം? വാട്ട് ഈസ് ദിസ്? സ്വീറ്റ് മധുരമുള്ള ഐറ്റമാണ് കേട്ടോ. നൂൽപുട്ടുണ്ട്, പിന്നെന്തോ കറിയുണ്ട്. ഇത് നമ്മളെ ദാൽ കറിയാണ്, അത് പച്ചക്കറി. ഇത് നമ്മളെ ചോറ്, നമ്മളിവിടെ സാധാരണ കിട്ടുന്ന ഐറ്റംസാണ്. ഇവിടുത്തെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഈ കടലിൻ്റെ വ്യൂ ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടുണ്ട്. പൊറോട്ട ജസ്റ്റ് 2 സെറ്റാണ്. ഈ ഇലയിലാക്കിയ സാധനം എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞുതരാം. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി, നല്ല രസമുണ്ട്. സ്വീറ്റാണ്, മധുരമാണ്. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് സെറ്റായിരിക്കും. അങ്ങനെ നമ്മൾ ഗാലയിൽ എത്തിയിരിക്കുന്നുണ്ട്. ഗാലേൻ്റെ ഫിഷ് മാർക്കറ്റാണ് ഈ കാണുന്നത്. നോക്കിയേ, എമ്മായി മീനുകളെ നോക്കിയേ. ഞണ്ട് പൂന്ത. സ്കൂൾ ടൂറിനൊക്കെ വരുന്ന സ്പോട്ടാണ്. ഗാലെ ഫോർട്ടിന്റെ കവാടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1588 ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. 17th സെഞ്ച്വറിയിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഈ കാണുന്നത് കോർട്ടാണ്, മജിസ്ട്രേറ്റ് കോർട്ടാണ് ഈ കണ്ടത്. അതായത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊക്കെ നോട്ടുകളാണ്. ഇവിടെ ഭരിച്ചിരുന്ന ഗവൺമെൻറ് ഓഫ് സൈലോൺ ആയിരുന്നു. ശ്രീലങ്കയിലെ 1979 നോട്ടുകളാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന. സ്റ്റാമ്പ് കളക്ഷന്, നോട്ട് കളക്ഷന്, മാപ്പ്, കോയിൻസ്, അതിൻ്റെയൊക്കെ ഒരു ഹിസ്റ്റോറിക്കലായി ആർക്കിയോളജിക്കലായിട്ടുള്ളൊരു സംഭവമാണ് ഇത്. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവരുപയോഗിച്ചിരുന്ന, ശ്രീലങ്കൻ ഭരിച്ചിരുന്നത് ബാങ്ക് ഓഫ് സൈലോൺ ആയിരുന്നു, സൈലോൺ. അപ്പം അവരുപയോഗിച്ചിരുന്ന നോട്ടുകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള നോട്ടുകളാണ്.
ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കാലത്ത് രാജാക്കന്മാർ ബ്രിട്ടീഷുകാർക്കൊക്കെ ഇൻഫോർമേഷൻ കൊടുക്കുന്നത് ഇതുപോലത്തെ ഒരു ലീഫ്. പണ്ട് കാലങ്ങളിൽ അവർ ഉപയോഗിച്ച എക്യുപ്മെൻറ്റ്സാണ് വാള്, കത്തി. നമുക്കിവിടെ കത്തികളൊക്കെ കാണാം. ഒരുപാട് വർഷങ്ങൾ മുന്നേ പഴക്കമുള്ള രാജാക്കന്മാർ ഉപയോഗിച്ചിരിക്കുന്ന കത്തികളാണ്. ഉപയോഗിച്ചിരിക്കുന്ന എക്യുപ്മെൻറ്റ്സുകളാണ്. ഇത് രാജാക്കന്മാർ വലിക്കുന്ന സാധനമാണ്. ഈ മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരു അത്ഭുതം തന്നെ എന്ന് പറയാം. പെന്നുകളാട്ടോ, ഇത് മഷി. കണ്ണാടകളൊക്കെ നോക്കിയാൽ ചീർപ്പുകൾ, സിസേഴ്സ്, ക്ലോക്ക് നോക്കിയാൽ ഒരു അത്ഭുതം തന്നെ പറയാം. ഈ ഒരു മ്യൂസിയം ഇവിടെ വരുന്നവരൊക്കെ തീർച്ചയായും കണ്ടിരിക്കുക. അത്രയ്ക്കും നമ്മൾ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ്. കാരണം അത്രയും വർഷങ്ങൾക്കൊക്കെ മുന്നേ ഇവിടെ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങൾ, ഇത് തുന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന മെഷീനറീസാണ്. ഇതൊക്കെ നോക്കിയാൽ ക്യാമറകൾ, ഇതൊരു രക്ഷയില്ല. ഇങ്ങനത്തെ ക്യാമറയിലൊക്കെ ആയിരുന്നു അവർ ഫോട്ടോ എടുത്തിരുന്നത്. ഇത് ടെലിഫോണാണ്. ഇസ്തിരിപ്പെട്ടി, അയൺ ബോക്സ്. ഇപ്പം നമ്മളൊരു ആർട്ട് ഗാലറിയിലാണ് വന്നിരിക്കുന്നത്. ആയിരത്തി 1938 ഉണ്ടാക്കിയിരിക്കുന്ന ലൈറ്റ് ഹൗസാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബീച്ച് വരുന്നുണ്ട്. ഈ ബീച്ചിലൊരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് അതുപോലെ ഇതുപോലത്തെ വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്തിട്ട് അവർ ബാഗിലാക്കി. അടിപൊളി കേട്ടോ. ബീച്ചിനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ലൈറ്റ് ഹൗസ്, ഇത് നമ്മളെ കോളനി, പോർച്ചുഗീസ് കോളനി. ഇവിടെ ഒരു പള്ളി കൊടുത്തിട്ടുണ്ട്. ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു സിറ്റി. ഇവിടെ പല മതക്കാർ ജീവിക്കുന്നുണ്ട്. മൾട്ടി റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരുകളുണ്ട് ഇവിടെ. കാര്യം ഇങ്ങോട്ട് എപ്പം വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ടൈമിൽ വരണം. ഈവനിങ് ടൈമിൽ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ടാവും. പിന്നെ ഇത്ര വെയിലുണ്ടാവത്തില്ല. വരുമ്പം ക്യാപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഈസി ആയിരിക്കും. അത്ര വെയിലൊന്നും കൊള്ളത്തില്ല. എന്ത് ഭംഗിയാണ്. ഇതിലൂടെ നടക്കുന്നത് വെറുതെ ആവില്ല. നല്ല മനോഹരമായ കാഴ്ചയാണ്. നമ്മൾ വേറെ ഏതോ സ്ഥലത്ത് പോയ ഒരു ഫീലാണ് നമുക്ക്. ഇതൊക്കെ റോഡൊക്കെ എന്ത് ക്ലീനാണ് നോക്കിയാൽ. കൊള്ളാം. 1871 ഉണ്ടാക്കിയിരുന്ന ചർച്ചാണ്. ഈ പോർച്ചുഗീസുകാർ ഡിസൈൻ ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ അതുപോലെ ഇത് പോസ്റ്റ് ഓഫീസ് ആയിരുന്നു. ഇതിപ്പോൾ അവർ പൊളിച്ചിട്ട് പുതുക്കി പണിയാണ്. ഈ ഗാലെ ഫോർട്ടിൻ്റെ അത് ഈ പള്ളിയിലൊക്കെ നോക്കിയാൽ എന്ത് ഭംഗിയാണ്. അങ്ങനെ ഇത് വേൾഡിലെ തന്നെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിലെ ഒരു സൈറ്റാണ് ഇത്. ഡച്ച് ഫോർട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഡച്ച് ഫോർട്ട് ഇതൊരു സ്റ്റേഡിയമാണ്. ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റേഡിയമാണ്. അങ്ങനെ നമ്മളിപ്പം പുനാവട്ട ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇപ്പം പുനാവട്ട ബീച്ചിലാണുള്ളത്. ഇത് നമ്മളൊരു ഗോവ സ്റ്റൈല് പോലെയാണ്. നമ്മൾ മണലും പിന്നെ ഇവിടെ കാണിക്കാൻ പറ്റാത്തൊരു സംഭവമുണ്ട്. സാധാരണ ഇതേപോലത്തെ ന്യൂഡ് ബീച്ചാണ്. 18+. യെസ്, ഗോവയിലൊക്കെ ഉള്ള പോലെ ഉള്ളൊരു ബീച്ചാണ് കേട്ടോ. വെള്ളമൊക്കെ നല്ല ക്ലിയർ വെള്ളമാണ്. ഇവിടെ നീന്തണതും കുറച്ച് ഡേഞ്ചറാണ്. നല്ല
തിര ഉണ്ട്, നല്ല ഫോഴ്സിൽ അടിക്കുന്നുണ്ട് തിര. എന്നാൽ ഇവിടെ ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട്. ഇവിടെയൊക്കെ ഷാക്കുകളാണ്, ഓരോ ഷാക്കുകൾ, ക്ലബുകൾ. പിന്നെ ഇവിടെ നമ്മൾ സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യാം, അത് പഠിക്കുന്ന സ്ഥലമുണ്ട് ഗൈസ്. അപ്പം ഈ ഒരു ഏരിയയിലുള്ള വെള്ളത്തിന്റെ കളർ നോക്കിയേ, എന്ത് ക്ലിയറാണ്. ക്ലിയർ ബ്ലൂ കളർ വാട്ടറാണ്, ലൈറ്റ് ബ്ലൂ കളർ വാട്ടറാണ്, സ്കൈ ബ്ലൂ വാട്ടറാണ്. കണ്ടിട്ട് ഇറങ്ങാൻ തോന്നുന്നുണ്ട്. നമ്മളിവിടെ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഫോണൊക്കെ എടുത്ത് വെച്ച് ഇനി നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങാൻ പോവാണ്. താങ്ക് യു. ലഞ്ച് ഇതിൽ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇത് മാങ്ങയാണ്, മാങ്ങ. ഔട്ട്ഡോറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, ഔട്ട്ഡോറിലാണ്. വിയാസ്ജി, ആ മാങ്ങന്റെ സാധനം എങ്ങനെയുണ്ട് നോക്കി. സൂപ്പർ സാധനം. നമ്മളവിടുത്തെ കടുമാങ്ങൊക്കെ പോലെ. ഗൈസ്, അങ്ങനെ നമ്മൾ സീക്രട്ട് ബീച്ചിലേക്ക് വന്നതാണ്. ഈ വൈക്കാണ് സീക്രട്ട് ബീച്ചിലേക്ക് പോകേണ്ടത്. വൈറ്റ് സാൻഡ് ബീച്ച് റെസ്റ്റോറൻറ്റ്, ബീച്ച് എൻട്രൻസ്. ഹായ്. അപ്പോൾ ഇതാണ് സീക്രട്ട് ബീച്ച്. സീക്രട്ട് ആയിട്ടുള്ള ബീച്ചാണ്. അവിടെ ഒരുപാട് പേര് സ്നോർക്കലിംഗ് ചെയ്യുന്നുണ്ട്. കൊള്ളാം കേട്ടോ ഗൈസ്. ഇതാണ് ആ ബീച്ച്. ഈ ബീച്ചിന്റെ ചുറ്റിനും നമ്മൾ നടക്കാൻ പോവാണ്. വെള്ളമൊക്കെ നല്ല ക്ലിയർ വെള്ളാട്ടാ, കുളിക്കാൻ പറ്റിയ വെള്ളമാണ്. സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യാം. ഇവിടെ ആദ്യം വന്നാൽ മതിന്. ഇതാണ് ഈ ബീച്ചിന്റെ പ്രത്യേകത. ഇതാണ് സീക്രട്ട് ആയിട്ടുള്ളൊരു ബീച്ചാണ്. കുറച്ച് റെസ്റ്റോറൻറ്റുകളും പിന്നെ ഒരു ചെറിയൊരു എന്താ പറയുക ബാത്തിങ്ങിനുള്ള ഒരു ഏരിയ, നമ്മൾ കുളിക്കാൻ പറ്റിയൊരു ക്ലിയർ ആയിട്ട് വെള്ളമുള്ള ഒരു ഏരിയ, പിന്നെ അതുപോലെ റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു ഏരിയ ഒക്കെയാണ്. സൺസെറ്റും സൺറൈസൊക്കെ കണ്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ചെറിയൊരു ബീച്ച് കേട്ടോ. നമ്മൾ ഇന്നലത്തെ പോലെ ഇന്നും എന്തൊക്കെയാ ഉണ്ടാക്കുന്നത്? ആജി പറഞ്ഞു എന്തൊക്കെ ഉണ്ടാക്കണേ. ഇന്ന് ചപ്പാത്തി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെ സോയാബീൻ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്. ചിക്കൻ കറി പിന്നെ ശ്രീലങ്ക ടേസ്റ്റ് ആയിട്ട് ഒരു ഫ്ലേവർ. ഓക്കെ, സോയാബീനാണ് ഈ കാണുന്ന. സോയാബീൻ കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇത് ചിക്കനാണ്, ചിക്കൻ പൊരിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മസാല ആക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഫുഡ് സിറ്റിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നാണ്. അപ്പം നമ്മുടെ നാട്ടിലെ നെസ്റ്റോ ഒക്കെ പോലെ ഇവിടെ ഫുഡ് സിറ്റിയാണ് കേട്ടോ. ഫുഡ് സിറ്റി പോയി കഴിഞ്ഞാൽ എല്ലാ സാധനവും കിട്ടും. കേട് കഴിഞ്ഞ് തൈര് അങ്ങനെ ഇപ്പം എന്തൊക്കെ ആയിന്നറിയാം. ഇതേ ചിക്കൻ കറി സെറ്റായിട്ടുണ്ട്. ഇവിടെ ചിക്കൻ 65, പിന്നെ ഇതേ സോയാബീൻ ആയിക്കൊണ്ടിരിക്കട്ടെ. ഇന്നൊരു പൊളി പൊളിക്കും. ഇപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. ചിക്കൻ കറി, ചപ്പാത്തി, ചിക്കൻ പൊരിച്ചത്, റൈത്ത, സോയാബീൻ.
കൊള്ളാം, സൂപ്പറാണ്. സോയാബീൻ, ചിക്കൻ, കൂട്ടില്ല. നമ്മളെ കാത്ത് 2 ഡോഗുകൾ പുറത്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കണം.